എനിക്ക് തോന്നുന്നു ഹൈദർക്കയുടെ ഇന്റർവ്യൂസിലെ ഏറ്റവും മനോഹരമായ വിഷ്വലി മനോഹരമായ ബാക്കി നമുക്കറിയില്ല മുന്നോട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാനും വെയിറ്റ് ചെയ്തിരിക്കും ഈ മനുഷ്യൻ എന്തൊക്കെയാ ചോദിക്കാൻ പോണെന്ന്. നമുക്കറിയാം കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. ഇവിടെ എനിക്ക് റെസ്പെക്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. താരസംഘടന അമ്മയുടെ ആരുടെ ഇപ്പൊ എന്താ പറഞ്ഞ താരസംഘടന അമ്മയുടെ ആരുടെ അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. താരസംഘടന അമ്മയുടെ ഞാൻ ടാർസന്റെ അമ്മയുടെ അതല്ലോ. ഓക്കെ ഞാൻ അങ്ങനെയൊക്കെ കേൾക്കുമല്ലോ. താരസംഘടന അമ്മയുടെ ഒരു നിങ്ങളുടെ ചോദ്യമായിട്ട് പറയാനും പറ്റില്ലല്ലോ. പിന്നെ നാണക്കെടുത്ത് മമ്മൂക്കാനെ ഈയിടയ്ക്ക് ഒന്ന് കളിയാക്കിയോ? കളിയാക്കിയതില്ല, എനിക്ക് അങ്ങനെ തോന്നി. മമ്മൂക്കാനെ കളിയാക്കി. അജുവൊക്കെ അത്രയ്ക്കും കുത്തിത്തിരിപ്പ് വന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. മമ്മൂക്കാനെ കളിയാക്കാൻ മമ്മൂക്കാടെ ഒരു വീഡിയോ മൊബൈലിൽ എടുത്തിച്ച് അഭിനയിക്കും. മമ്മൂക്കാക്ക് അഭിനയിച്ച പോലെ അഭിനയിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട്ട് സീനൊക്കെ കാണിച്ച് എനിക്ക് തോന്നി അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. എനിക്ക് തോന്നിയ അജു ഒരു അഹങ്കാരിയായി മാറി മമ്മൂക്കാനെ കളിയാക്കിയായി എനിക്ക് തോന്നി. ഇതൊരു പുതിയ ഒരു വേർഷനാണ്. പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് വേറെ ആര് ചോദിച്ചില്ല, നിങ്ങൾ ചോദിച്ചു. അതിന് ഉത്തരം പറയാം. അതായത് ഞങ്ങൾ അവിടെ സിനിമാ ചർച്ചകളിലായിട്ട് ചന്തു ഭഗത്ത് തർക്കം വന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചാലഞ്ച് വന്നു. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്രമിക്കുമല്ലോ. ആ ശ്രമമായിരുന്നു അത്. അല്ലാതെ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഏത് സംഭവത്തിന് ഇടയ്ക്ക് ഉണ്ടാകാവുന്ന ഒരു ട്വിസ്റ്റ്, അത് തിരിച്ചറിയാനുള്ള കഴിവ്, പ്രസൻസ് ഓഫ് മൈൻഡ്, കറക്റ്റ്, അതാണ് നിനക്കില്ലാത്തത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയല്ല ജോ, പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു അർത്ഥം. സിമ്പിളാണ്. നിങ്ങളെന്ന് ഞാൻ തിരുത്തുന്നു, താങ്കളിൽ നിന്ന് പോരെ. അത്രയ്ക്ക് അകൽച്ചയായോ പെട്ടെന്ന്? അതല്ല, നിങ്ങളെന്നും താനെന്നൊക്കെ വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം. അപ്പം ഞാൻ സന്തോഷക്കുറവ് അത് നന്നായി കൊണ്ടുവന്ന് തോന്നി. മുഖത്ത് നന്നായി ഉണ്ട്. മുഖത്ത് നന്നായിട്ടുണ്ട് വിഷമം. അല്ല, അത് നമുക്ക് നോക്കാം. സന്തോഷായി, നല്ല സന്തോഷായി. ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഇനി ഒരു കാര്യം ചോദിക്കണ്ട. എന്താ ഞാൻ പോകുന്നു. ബൈ ബൈ.